നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കി ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ച പാകിസ്ഥാന് ഒടുവിൽ ഹോട്ടൽ ബില്ലിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേട്. ഇസ്ലാമാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീനയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഹോട്ടൽ ബില്ലടയ്ക്കാൻ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ ദയനീയ ചിത്രം വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്ലാമാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീന ഹോട്ടലിൽ വെച്ചായിരുന്നു ഇറാൻ പ്രതിനിധികളും US പ്രതിനിധികളും തമ്മിൽ സമാധാന ചർച്ച നടന്നത്. എന്നാൽ ചർച്ച കഴിഞ്ഞതിനു ശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ബില്ല് പാകിസ്ഥാൻ സർക്കാർ അടച്ചില്ലെന്നാണ് വിവരം. ഏപ്രിൽ 10 മുതൽ 12 വരെ ഒന്നാം ഘട്ട ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചത് പാകിസ്ഥാനായിരുന്നു. എന്നാൽ ചർച്ചകൾ അവസാനിച്ചിട്ടും ഹോട്ടലിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് നൽകാത്തതിനെ തുടർന്ന് ഹോട്ടലുടമ നേരിട്ട് ഇടപെടുകയും പണമടയ്ക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയുമായിരുന്നു. ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നതിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടത് രാജ്യത്തിന് വലിയ അപമാനമാണെന്നും പാകിസ്ഥാനിലെ തന്നെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. വാഷിംഗ്ടണിനും ടെഹ്റാനും ഇടയിൽ വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി സ്വയം അടയാളപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. സെറീന ഹോട്ടൽ പോലുള്ള പ്രശസ്തമായ വേദി തിരഞ്ഞെടുത്തതും രാജ്യത്തിന്റെ സ്ഥിരത ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായ ചെലവുകൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര പാകിസ്ഥാന്റെ നയതന്ത്ര മോഹങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്. IMFന്റെ നിരീക്ഷണത്തിൽ തുടരുന്ന പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 7 മുതൽ 9% വരെ പണപ്പെരുപ്പമുള്ള രാജ്യത്ത് ഇത്തരം സാമ്പത്തിക വെല്ലുവിളികൾ നയതന്ത്ര നീക്കങ്ങളെ പോലും ബാധിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് സ്വന്തം സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടത് ഭരണപരവും സാമ്പത്തികവുമായ തകർച്ചയുടെ ലക്ഷണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. 2002 പാകിസ്ഥാൻ തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ. സെറീന ഹോട്ടൽസ് ഗ്രൂപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗൾഫ് ന്യൂസിന്റെ കണക്കുകൾ പ്രകാരം ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലെ സാധാരണ മുറികൾക്ക് ഒരു രാത്രിക്ക് ഏകദേശം 14,896 രൂപയാണ് ചെലവ്. മാർഗല കുന്നുകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമാബാദ് സെറീന ഹോട്ടൽ വിശാലമായ പുൽത്തകിടികളും മനോഹരങ്ങളായ മുറ്റങ്ങളുമൊക്കെയുണ്ട്. ഗൾഫ് ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മനോഹരമായ തടിപ്പണികളും പൈതൃകമായ ശൈലിയിലുള്ള നിർമ്മിതികളുമാണ് ഈ ഹോട്ടലിൻ്റേത്. സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്ന ഈ ഹോട്ടലിൻ്റെ സവിശേഷതകൾ വിനോദസഞ്ചാരികൾക്കും ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. മുൻപ് സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണവും ഈ ഹോട്ടലിന് നേർക്കുണ്ടായിട്ടുണ്ട്. പ്രധാന സർക്കാർ സ്ഥാപനങ്ങളും വിദേശ എംബസികളും സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയായ റെഡ് സോണിലാണ് ഈ ഹോട്ടലുള്ളത്. ഹോട്ടലിന് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ചർച്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിഥികളുടെ മുറികൾ ഒഴിയാൻ ആവശ്യപ്പെടുകയും ഓരോ നിലകളും സുരക്ഷാ നിരീക്ഷണത്തിലാക്കുകയും ജീവനക്കാരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയരാകുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ നടന്ന ദിവസം ഇസ്ലാമാബാദ് ഏകദേശം പൂർണ്ണമായി അടച്ചിട്ട അവസ്ഥ പോലെയായിരുന്നു. റോഡുകൾ ഒഴിയുകയും ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് നിരവധി പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതീവ സുരക്ഷയിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകളിൽ ഇറാൻ അമേരിക്ക പ്രതിനിധികൾക്ക് കരാർ വ്യവസ്ഥകളിൽ സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. നിലവിലെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 21 അവസാനിക്കാനിരിക്കെ രണ്ടാം ഘട്ട ചർച്ചകൾ ഈ ആഴ്ച അവസാനം വീണ്ടും ഇസ്ലാമാബാദിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വ്യാഴാഴ്ച പാകിസ്ഥാനിലെത്തും. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായ പാകിസ്ഥാന്റെ ആത്മാർത്ഥതയും സാമ്പത്തിക ശേഷിയും ഈ ഹോട്ടൽ ബില്ല് വിവാദം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുൻപ് ഈ സാമ്പത്തിക പ്രതിസന്ധി നാണക്കേടും പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാക് ഭരണകൂടം. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന മധ്യസ്ഥന്റെ റോളിൽ നിൽക്കുമ്പോഴും സ്വന്തം സാമ്പത്തിക വീഴ്ചകൾ പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.